ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ നേരത്തെ മാർക്കസ് മെർഗുലാവോ നൽകിയിരുന്നു. അത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതായത് ഫെബ്രുവരി 14 തീയതി തന്നെ ISL ആരംഭിക്കും. കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടായിരിക്കും ഉദ്ഘാടന മത്സരം നടക്കുക. എന്നാൽ അത് കൊൽക്കത്ത ഡെർബി ആയിരിക്കില്ല എന്നൊക്കെയാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. 2 ദിവസത്തിനകം ISLന്റെ ഫിക്സ്ചർ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രമുഖ ബംഗാളി മാധ്യമമായ റൈസ് സ്പോർട്സ് ബംഗ്ലയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റൈസ് സ്പോർട്സ് ബംഗ്ല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫെബ്രുവരി 14 തീയതി കൊൽക്കത്തയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഉദ്ഘാടന മത്സരം നടക്കുക. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും എന്നാണ് ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല. 2 ദിവസത്തിനകം നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ഫിക്സ്ചർ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ നിലവിലെ സാധ്യതകൾ പറയുന്നത് ഫെബ്രുവരി 14 തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതാണ്. ഏതായാലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിലുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സൗഹൃദ മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ വിദേശ താരങ്ങളും ഇപ്പോൾ ടീമിനോടൊപ്പമുണ്ട്. ഫുൾ സ്ട്രെങ്തോടു കൂടിയാണ് മോഹൻ ബഗാൻ വരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം അങ്ങനെയല്ല. നിരവധി വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. ഇത്തവണ കൊച്ചി സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നില്ല. കോഴിക്കോട്ടെ EMS സ്റ്റേഡിയത്തിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഹോം മത്സരങ്ങൾ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.